ദുർഘട ഘട്ടത്തിൽ അല്ലെ വയനാട്ടുകാർ അദ്ദേഹത്തെ നെഞ്ചിലേറ്റി അദ്ദേഹത്തിന് വലിയ വിജയം സമ്മാനിച്ചു. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് അദ്ദേഹം റായ്ബറേലിയിലും മത്സരിക്കുമെന്ന് വയനാട്ടുകാരോട് പറഞ്ഞില്ല? ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. മാത്രമല്ല, താങ്കൾ നരേന്ദ്രമോദിയായിട്ട് താരതമ്യം ചെയ്തു. വഡോദരയും അതുപോലെ വാരണസിയിലും മത്സരിച്ചു. വാരണസി അദ്ദേഹം മുറുകെ പിടിച്ചു. അദ്ദേഹം രണ്ടാമതും 2024 ജനവിധി തേടിയത് വാരണാസിയിൽ നിന്ന് തന്നെയാണ് അല്ലേ? താങ്കൾ പറഞ്ഞു എന്തുകൊണ്ട് ഗുജറാത്തിൽ നിന്ന് യു പിയിലേക്ക് പോയി എന്നുള്ളത്. പക്ഷേ അദ്ദേഹം വാരണാസിയെ മുറുകെ പിടിച്ചു. നേരെ മറിച്ച് രാഹുൽ ഗാന്ധി വയനാട് പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹത്തെ സഹായിച്ച വയനാടിനെ കൈവിട്ട് അദ്ദേഹം റായ്ബറേലിയെ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. റായ്ബറേലിയെയാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ കുടുംബം എന്ന് അദ്ദേഹം ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. നോക്കൂ അനിലെ, ജയേഷ് മാഷ് പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാം. കാരണം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കലായിട്ട് ഇത് അദ്ദേഹം വീണ്ടും യു പിയെ കോൺസെൻട്രേറ്റ് ചെയ്താൽ, ഉത്തരേന്ത്യയിലെ ഹിന്ദി ഭൂമിയിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ തകർന്നടിച്ചു പോകുന്നത് ബി ജെ പി ആണ്. അപ്പൊ ബി ജെ പിയുടെ വക്താവ് എന്ന നിലക്ക് മാഷ് പറഞ്ഞത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രാഹുൽ ഗാന്ധി ആദ്യത്തെ തവണ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ അമേത്തിയിൽ നോമിനേഷൻ കൊടുത്തതിന് ശേഷമാണ് വന്നത്. ഇത്തവണ നിങ്ങളുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ സൗകര്യാർത്ഥം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 7 ഘട്ടങ്ങളാക്കി. 7 ഘട്ടങ്ങളാക്കിയതിൽ ഏറ്റവും ഒടുവിലെ ഘട്ടത്തിലേക്ക് നരേന്ദ്രമോദിയുടെ ഉൾപ്പെടെയുള്ള സീറ്റുകൾ, യു പിയിലെ സീറ്റുകൾ മാറ്റിവെച്ചു. ഞങ്ങളല്ലല്ലോ, നിങ്ങളെ സൗകര്യം പോലെ നിങ്ങളെ ആജ്ഞാനുവർത്തികളായ നിങ്ങളുടെ പാർട്ടി എന്ന് പറയാവുന്ന, പാർട്ടിക്കാർ എന്ന് പറയാവുന്ന ആളുകളെയാണ് നിങ്ങളെ കൊണ്ട് കുടിയിരുത്തിയത്. അങ്ങനെ ഇരുത്തിയ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചതാണ്. അല്ലാത്ത പക്ഷം അദ്ദേഹം അവിടെ നോമിനേഷൻ കൊടുത്തിട്ടാണ് ഇവിടെ വരിക. അതിലൊന്നും തർക്കമില്ല. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് വളരെ ഭംഗിയായി ഞങ്ങൾ 2 തവണ അവിടെ നോമിനേഷൻ കൊടുത്തിട്ട് ഇവിടെ വരുന്നു, ഇവിടെ കൃത്യമായി നിയാസ്, രാഹുൽ അമേഠിയിൽ മത്സരിക്കുമോ, റായ്ബറേലിയിൽ മത്സരിക്കുമോ, ഇങ്ങനെ വലിയൊരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നല്ലോ അല്ലേ? ആ സമയത്ത് രാഹുൽ തന്നെ പറയാമായിരുന്നല്ലോ, ഞാനിതാ അമേഠിയിലല്ല, വയനാട്ടിൽ മത്സരിക്കുന്നതിനോടൊപ്പം ഞാൻ റായ്ബറേലിയിലും ജനവിധി തേടുമെന്ന് എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല വയനാട്ടുകാരോട്? അങ്ങനെയാണെങ്കിൽ ഇതിന് ചതി എന്ന് പറയാൻ പറ്റില്ല. കാരണം നേരത്തെ അദ്ദേഹം വയനാട്ടിലെ വോട്ടർമാരോട് അങ്ങനെ ഒരു കാര്യം തുറന്നു പറഞ്ഞതിൽ അദ്ദേഹത്തെ നമുക്ക് അനുമോദിക്കാം, അഭിനന്ദിക്കാം. പക്ഷെ അതുണ്ടായില്ല അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്. അവിടെയാണ് ചതി വരുന്നത്. ഞാനൊരു കാര്യം അനിൽ നമ്പരെ, ഇതിലൊന്നും ചതിയുടെ പ്രശ്നമില്ല. ഞങ്ങൾ കൃത്യമായി പറഞ്ഞ, ഒന്നാമത്തെ തവണ അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹം 2 സ്ഥലത്തും ഒരേ സമയം മത്സരിക്കുകയാണ്. ഇത്തവണ അദ്ദേഹം ഒരിക്കൽ പോലും അവിടെ മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. പാർട്ടിയാണ്, നിങ്ങളുടെ പാർട്ടിയിൽ നിങ്ങൾ നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ഒറ്റയ്ക്കിരുന്ന കൂട്ടുകമ്പനിയാണ്. അത് കുറിക്കമ്പനി പോലത്തെ കൂട്ടുകമ്പനിയാണ്. ഞങ്ങളുടെ പാർട്ടി അങ്ങനെയല്ല. ഞങ്ങളുടെ പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്. അതിനൊരു പ്രസിഡന്റും ആ പ്രസിഡന്റിന്റെ അധികാരങ്ങളും അതിന് വർക്കിംഗ് കമ്മിറ്റിയും ഇലക്ഷൻ കമ്മിറ്റികളും ഒക്കെ ഉള്ളതാണ്. അപ്പൊ അവരാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളതല്ല, ഞാൻ ഇന്നത് എടുക്കുന്നു, അമിത്ഷാ ഇന്നത് എടുക്കുന്നു, ബാക്കിതാ നിങ്ങൾക്ക് ഇദ്ദേഹം തന്നേക്കാം എന്ന രീതി ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് അങ്ങേക്ക് തെറ്റിദ്ധാരണ വരുന്നത്. ഞങ്ങൾ ഒരു സ്ഥലത്തും ഒരു സ്ഥലത്തും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ കേരളത്തിൽ മാത്രമേ മത്സരിക്കൂ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നേരത്തെ 2 തവണ മത്സരിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇന്ദിരാഗാന്ധി സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും മത്സരിച്ചില്ല. എന്ത് സംഭവിച്ചു? ഇന്ദിരാഗാന്ധി മത്സരിച്ച 2 സ്ഥലത്തും അവർ വിജയിച്ചില്ലേ? ഒരു സ്ഥലം രാജിവെച്ചില്ലേ? കെ കരുണാകരൻ, കേരളത്തിലെ മുഖ്യമന്ത്രിയായ കെ കരുണാകരൻ 2 സ്ഥലത്ത് മത്സരിച്ചു, 2 സ്ഥലത്ത് വിജയിച്ചു, ഒരു സ്ഥലത്ത് രാജിവെച്ചു. അതിലൊന്നും തർക്കമില്ല. പിന്നെ നിങ്ങൾ പറയും ചതി. അങ്ങനെയാണ് വഡോദരക്കാരെ നിങ്ങൾ ചതിച്ചതല്ലേ? വഡോദരക്കാർക്ക് വോട്ട് വാങ്ങി നിങ്ങൾ അപ്പുറത്ത് പോയി അവിടെ കൂട്ടുകച്ചവടം തുടങ്ങി. ആ വഡോദരക്കാരെ രാജിവെച്ചപ്പോ അത് ചതി എന്നല്ല അതിനും പറയാ. അവിടെ നിങ്ങൾ പറഞ്ഞില്ലല്ലോ, വഡോദര മത്സരിക്കുമ്പോ ഞാൻ അവിടെ പോയി മത്സരിക്കുന്നുണ്ട്, അതുകൊണ്ട് അവിടെ ജയിച്ചാൽ ഞാൻ അവിടേക്ക് പോകുന്നു. നരേന്ദ്രമോദി പറഞ്ഞില്ലല്ലോ. നരേന്ദ്രമോദിക്ക് എന്തു ആവാം, അല്ലാതെ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. 2 ഇടങ്ങളിൽ മത്സരിക്കുന്നത് നേരത്തെ പ്രഖ്യാപിച്ചതാണ്, അല്ലാതെ ഇതുപോലെയല്ല. 2 ഇടങ്ങളിലും മത്സരിക്കുന്നത് പ്രഖ്യാപിച്ചിരുന്നു. അനിൽ നമ്പ്യാരെ ഞങ്ങൾ 2 തവണ കഴിഞ്ഞ തവണ മത്സരിച്ചാണ്. ഇത്തവണ ഞങ്ങൾക്കൊരു സംശയം, മാഷിക്ക് സംശയം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. വലിയ ചലനം ഉണ്ടാക്കിയെന്നല്ലേ പറയുന്നത്? ഇന്ത്യ സഖ്യം ഒരു മിനിറ്റ്, ഇന്ത്യ സഖ്യം വലിയ ചലനം ഉണ്ടാക്കി യു പിയിൽ. അല്ല, അങ്ങനെയാണല്ലോ ഇപ്പൊ പറഞ്ഞു വരുന്നത്. അങ്ങനെയാണെങ്കിൽ യു പിയിൽ തന്നെ ബലപരീക്ഷണം നടത്തുകയല്ലേ വേണ്ടത്? റായ്ബറേലിയിൽ തന്നെ ബലപരീക്ഷണം നടത്തുകയല്ലേ വേണ്ടത്? അതായത് അത് വിട്ടുകൊടുത്തിട്ട്
നിങ്ങൾ പറയുന്നത് പോലെ അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ ഇവിടെ 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 മറ്റൊരു മത്സരത്തിന് വേദിയൊരുക്കി കൂടുതൽ ശക്തി കാണിക്കാൻ കോൺഗ്രസിന് ഒരു അവസരമല്ലേ? ആ അവസരമല്ലേ നിങ്ങൾ കളഞ്ഞു കുടിച്ചത്? എന്റെ അനിൽ തമ്പേരെ, നിങ്ങൾ രാഷ്ട്രീയക്കാരന് മാത്രമല്ലല്ലോ, നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനല്ലേ. എന്തായിരുന്നു അമേത്തിയിലെ സ്മൃതി ഇറാനിയുടെ കുങ്ക്? എന്തായിരുന്നു പ്രസംഗം? അവിടെ രാഹുൽ ഗാന്ധിയെ ഞാൻ തറപറ്റിക്കും, ആര് വന്നാലും ഞാൻ തറപറ്റിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ വെച്ചപ്പോ എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധിയുടെ വീട്ടുവേലക്കാരൻ, രാഹുൽ ഗാന്ധിയുടെ അടുക്കളക്കാരൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി വന്നപ്പോ ആ അടുക്കളക്കാരൻ എന്ന് നിങ്ങൾ വിളിച്ച ഒരു സ്ഥാനാർത്ഥി, അവർ ജയിച്ചത് ലക്ഷങ്ങൾക്കാണ്. നിങ്ങളെ സ്ഥാനാർത്ഥി പൊടിഞ്ഞ് പാളിസായി. ഞങ്ങൾക്ക് ആവശ്യം അതായിരുന്നു, ഈ സ്മൃതി ഇറാനിയെ തോൽപ്പിക്കാൻ രാഹുൽ ഗാന്ധി വേണ്ട, ഞങ്ങളുടെ അടുക്കളക്കാരൻ നിങ്ങൾ വിശേഷിപ്പിച്ച ആളെ കൊണ്ട് തോൽപ്പിക്കലാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ഞങ്ങളുടെ രാഷ്ട്രീയം അത് ചെയ്തു. അതുകൊണ്ട് ഇനിയെങ്കിലും അടുക്കളക്കാരനൊന്നും ആരെയും വിളിക്കാതിരിക്കാനുള്ള വെല്ലുവിളിച്ച സ്മൃതി ഇറാനിയോട് ഏറ്റുമുട്ടുന്നതായിരുന്നു ചങ്കൂറ്റം. അതാണ് ചങ്കൂറ്റം. പക്ഷെ അതിന് അദ്ദേഹം തയ്യാറായില്ല. പറയട്ടെ, ഞങ്ങള് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ രാഹുൽ ഗാന്ധി വേണ്ട, ആ അടുക്കളക്കാരൻ മതിയെന്ന് നിങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾ വിളിച്ച അടുക്കളക്കാരൻ, ആ അടുക്കളക്കാരൻ 1.5 ലക്ഷത്തിലാണ് തോറ്റത്. എവിടെ സ്മൃതി ഇറാനിയുടെ 250 കിലോമീറ്റർ നാവ് എവിടെ പോയി? കാണുന്നില്ലല്ലോ, എവിടെ കേൾക്കുന്നില്ലല്ലോ. നരേന്ദ്രമോദിക്ക് ഇനി എന്താ കാര്യത്തിൽ പറയാനുള്ളത്? രണ്ടാമത്തെ കാര്യം, പക്ഷേ സ്മൃതി ഇറാനി ജന ടിവിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, അവരൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു, രാഹുൽ എന്തായാലും വയനാട്ടിൽ തുടരില്ല എന്ന്. ആ സ്മൃതി ഇറാനി പറഞ്ഞത് പാനലിസ്റ്റുകളും അതുപോലെ പ്രേക്ഷകരും കാണണം.